പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ ജീവിതം ആകെ മൊത്തം ഒരു വലിയ പാഠശാലയാണ്. അതിൽ ചിലർ വിജയിക്കുന്നു, ചിലർ പരാജയപ്പെടുന്നു. എന്നാൽ അതിന്റെ മുഖ്യ കാരണം ആരും പറയാത്ത ഒരേയൊരു ശക്തിയാണ് നമ്മുടേതായ അവബോധ മനസ്സ്, അതായത് സബ് കോൺഷ്യസ് മൈൻഡ്. നമ്മുടെ മനസ്സിന്റെ അവബോധഭാഗം, അതിന്റെ അസീമമായ ശക്തി, അതിന്റെ ഭാഗത്തു നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്താനുള്ള കഴിവ്. ജോസഫ് മർഫി എഴുതിയ ദ പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന ലോകപ്രസിദ്ധ പുസ്തകത്തിലെ ആഴത്തിലുള്ള വിവരണമാണ് ഈ വീഡിയോ. ഉദാഹരണങ്ങളോടും സത്യങ്ങളോടും കൂടിയ വിശദീകരണം. ചുരുക്കത്തിൽ മനസ്സിലാക്കാനും അതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടാകുമെന്നും ഞാൻ ഉറപ്പു നൽകുന്നു. മർഫ് പറയുന്നത് പോലെ നമ്മുടെ മനസ്സിന് 2 തലങ്ങളുണ്ട്. ഒന്ന് ബോധമനസ്സ്, കോൺഷ്യസ് മൈൻഡ്. അതാണ് നിങ്ങളിപ്പോൾ എന്നെ കേൾക്കുന്നത്, ചിന്തിക്കുന്നതും തീരുമാനങ്ങൾ എടുക്കുന്നതും ചെയ്യുന്നത്. 2 അവബോധ മനസ്സ്, സബ് കോൺഷ്യസ് മൈൻഡ്. അതാണ് വിശ്വാസങ്ങൾ, പതിവുകൾ, ആശങ്കകൾ, ആഗ്രഹങ്ങൾ എന്നിവ സംഭരിക്കുന്ന ഭണ്ഡാരമായ മനസ്സിന്റെ ഭാഗം. ഉദാഹരണമായി, ഒരു കുട്ടിക്ക് നിനക്ക് മാത്സ് പറ്റില്ല എന്ന് തുടർച്ചയായി പറയുകയാണെങ്കിൽ അവൻ തന്റെ അവബോധ മനസ്സിൽ അത് സത്യമാണെന്ന് വിശ്വസിക്കും. പിന്നീട് എന്ത് ശ്രമം ചെയ്താലും വിജയിക്കാത്തവനായി മാറും. എന്നാൽ അതേ കുട്ടിയെ പ്രോത്സാഹിപ്പിച്ചാൽ അവൻ അതിജീവിക്കും. ചുരുക്കി പറഞ്ഞാൽ ഇതാണ് സബ് കോൺഷ്യസ് മൈൻഡിന്റെ പവർ. ഇനി വിശ്വാസത്തിന്റെ ശാസ്ത്രം നോക്കാം, അഥവാ ന്യൂറോപ്ലാസ്റ്റിസിറ്റി. മർഫ് പറയുന്നത്, ബിലീവ് ഇൻ വാട്ട് യു വാണ്ട് സോ മച്ച് ദാറ്റ് ഇറ്റ് ഹാസ് നോ ചോയ്സ് ബട്ട് ടു മറ്റീരിയലൈസ്. നിനക്ക് വേണ്ടത് അത്രമേൽ വിശ്വസിക്കൂ, അതിന് യാഥാർത്ഥ്യമാകാതെ മറ്റൊന്നും ചെയ്യാനാവാതെ പോകട്ടെ. ഈ ഉദ്ധരണി അവബോധ മനസ്സിന്റെ ആഴത്തിലുള്ള പ്രഭാവത്തെ സംഗ്രഹിക്കുന്നതാണ്. ഇത് ശാസ്ത്രീയമായി ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന പ്രക്രിയയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മനുഷ്യന്റെ ചിന്തകളെ പുനർസംഘടിപ്പിക്കപ്പെടുകയും പുതിയ രീതികൾ പഠിക്കാനും പഴയ വിശ്വാസങ്ങൾ മാറ്റാനും കഴിയും. 2007 ഒരു സ്റ്റഡി, ഷ്വാർട്സ് ആൻഡ് ബെഗ്ലി, ദ മൈൻഡ് ആൻഡ് ദ ബ്രെയിൻ പ്രകാരം OCD രോഗികൾ തങ്ങളുടെ മനസ്സിന്റെ രീതി മാറ്റിയപ്പോൾ തങ്ങളുടെ ന്യൂറോൺ പാതകൾ മാറ്റപ്പെട്ടു എന്നത് മറ്റൊരു ശാസ്ത്രീയ വസ്തുതയാണ്. അടുത്തതായിട്ട് ജോസഫ് മർഫി നിർദ്ദേശിക്കുന്ന ഏറ്റവും ശക്തമായ ഉപായങ്ങളിലൊന്ന് ദൃശ്യവൽക്കരണം, അഥവാ പവർ ഓഫ് വിഷ്വലൈസേഷൻ. ഉദാഹരണത്തിന്, പ്രശസ്ത ഗോൾഫർ ജാക്ക് നിക്കലസ് എല്ലാ മത്സരത്തിനു മുൻപ് തന്റെ വിജയത്തിന്റെ ഓരോ ഭാഗവും തന്റെ മനസ്സിൽ വിശദമായി ചിത്രീകരിച്ചിരുന്നു. അദ്ദേഹം ഓരോ ഹിറ്റ്ക്കും മുൻപ് മനസ്സിൽ അതിന്റെ ഫലം ദൃശ്യവൽക്കരിച്ചിരുന്നതാണ് അദ്ദേഹത്തിന്റെ സ്ഥിരവിജയത്തിന് കാരണം. ഇതിന്റെ ആശയമെന്തെന്നാൽ, നമ്മുടെ അവബോധ മനസ്സ് ചിന്തയും യാഥാർത്ഥ്യവുമെന്ന് തിരിച്ചറിയുന്നില്ല. അതിനാൽ മനസ്സിൽ വിജയദൃശ്യങ്ങൾ സൃഷ്ടിച്ചാൽ അതിനെ യാഥാർത്ഥ്യമായി നടപ്പിലാക്കാൻ അത് യത്നിക്കും. ഇനി പറയാൻ പോകുന്നത് ഏറ്റവും പവർഫുള്ളായ മെത്തേഡാണ് അഫർമേഷൻസ്, അഥവാ പുനരാവർത്തിക്കപ്പെടുന്ന ശബ്ദശക്തികൾ. അഫർമേഷൻസ് എന്നത് ആവർത്തിച്ചു പറയുന്ന പോസിറ്റീവ് വാക്യങ്ങളാണ്. ഉദാഹരണത്തിന്, ഞാൻ ധനസമ്പന്നനാണ്, ഞാൻ സംരംഭത്തിൽ വിജയിക്കും, എനിക്ക് ആരോഗ്യമുണ്ട്. 2016 സൈക്കോളജി ഓഫ് സെൽഫ് അഫർമേഷൻ എന്ന പഠനത്തിൽ കാണിക്കുന്നത്, പോസിറ്റീവ് അഫർമേഷൻസ് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും പ്രവർത്തനത്തിൽ മാറ്റമുണ്ടാക്കുകയും ചെയ്യുന്നതായി ശാസ്ത്രീയമായി തെളിഞ്ഞതാണ്. ഇതിന് പ്രശസ്തമായ ഒരു ഉദാഹരണമാണ് പ്രമുഖ ഗായിക ഓപ്ര വിൻഫ്രി. താൻ ചെറുപ്പത്തിൽ തന്നെ ഓരോ ദിവസവും ഐ ആം ഡെസ്റ്റിൻഡ് ഫോർ ഗ്രേറ്റ്നെസ് എന്ന വാക്യം ആവർത്തിച്ചു പറയുമായിരുന്നു. ഇനി അവബോധ മനസ്സിന്റെ അതിശക്ത പ്രയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആരോഗ്യമേഖലയിൽ മർഫി തന്റെ പുസ്തകത്തിൽ പ്രധാനമായി ഏറെ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ് പ്ലസീബോ എഫക്റ്റ്. പ്ലസീബോ എഫക്റ്റ് എന്നത് മെഡിക്കൽ, മനഃശാസ്ത്ര, ലീറോ സയൻസ് മേഖലകളിൽ ഏറെ പഠിക്കപ്പെട്ടിട്ടുള്ള അതിശയകരമായ പ്രതിഭാസമാണ്. ഇത് മനസ്സിന്റെ വിശ്വാസം ശരീരത്തിൽ ഫലിപ്പിക്കുന്നു എന്നതിന് ഏറ്റവും തെളിവാകുന്ന ശാസ്ത്രീയ തത്വമാണ്. ഉദാഹരണമായി, ഒരു മൈഗ്രെയിൻ രോഗിക്ക് ഇത് പുതിയ ശക്തിയുള്ള മരുന്നാണ് എന്ന് പറഞ്ഞൊരു വൈറ്റമിൻ ടാബ്ലറ്റ് കൊടുക്കുന്നു. അവൻ അതിന്റെ വിശ്വാസത്തിൽ ആശ്വാസം കാണുന്നു, തലവേദന കുറയുന്നു, തലച്ചോറിന്റെ പ്രവർത്തനങ്ങൾ ശാന്തമാകുന്നു. ഇനി ഒരു ആളിന് സാമ്പത്തികമായി വളരാനുള്ള കഴിവിൽ അന്നത്
അവന്റെ മനസ്സിൽ ആ ധാരണ ഉണ്ടാകുന്നതോടെയാണ് ആരംഭിക്കുന്നത്. അതുപോലെ ഒരു വ്യക്തി എല്ലായ്പ്പോഴും എനിക്ക് നല്ല ബന്ധങ്ങൾ ഉണ്ടാകാറില്ല എന്ന് വിശ്വസിച്ചാൽ അവൻ സത്യമാക്കുന്നത് അതാണ്. ഇനി നമുക്ക് പ്രാക്ടിക്കലായി എങ്ങനെ അവബോധ മനസ്സുകൊണ്ട് ലക്ഷ്യങ്ങൾ നേടാമെന്ന് നോക്കാം. ഒന്ന്, ഉറക്കത്തിനു മുൻപ് ആഗ്രഹം ആവർത്തിക്കുക. അവബോധ മനസ്സ് ഉറക്കകാലത്ത് ഏറ്റവും അതിജീവനക്ഷമമാണ് എന്നാണ് പറയുന്നത്. അതിനാൽ ആ സമയത്ത് പോസിറ്റീവ് ആഗ്രഹങ്ങൾ ആവർത്തിക്കുക. 2, എഴുതി വരുത്തുക. ദൈനംദിനമായി നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എഴുതിവെക്കുക. അതിന് സബ് കോൺഷ്യസ് ഇംപ്രിന്റ് നൽകുന്നു. 3, ഭയം ഒഴിവാക്കുക. ഭയം, സംശയം എന്നിവ നിങ്ങളുടെ അവബോധ മനസ്സിനെ ഇല്ലാതാക്കും. അവ മാറ്റാനുള്ള പ്രാർത്ഥനയും അഫർമേഷനും ആവശ്യമുണ്ട്. ആശയങ്ങൾ പുനഃസൃഷ്ടിക്കുന്നതിന് സമയവും സ്ഥിരതയും ആവശ്യമാണ്. ചേഞ്ച് യുവർ തോട്ട്സ് ആൻഡ് യു ചേഞ്ച് യുവർ ഡെസ്റ്റിനി മർഫിയുടെ വാക്കുകളാണ്. ഒരു ചിന്താരീതി ബദലാക്കാൻ സമയം വേണ്ടതാണ്. പതിവായി ചിന്തകൾ ആവർത്തിച്ചാൽ അവ നമ്മുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കപ്പെടും. അതിനുത്തമ ഉദാഹരണമാണ് പ്രശസ്തനായ ഹെൻറി ഫോർഡ്. വെദർ യു തിങ്ക് യു ക്യാൻ ഓർ തിങ്ക് യു ക്യാൻറ്റ്, യു ആർ റൈറ്റ് എന്ന വാക്യം. അദ്ദേഹം വിശ്വസിച്ചതിനാൽ മാത്രമാണ് വാഹന വിപ്ലവം നടത്താൻ കഴിഞ്ഞത്. വാൾട്ട് ഡിസ്നി, അദ്ദേഹത്തെ 300 തവണയെങ്കിലും ബാങ്കുകൾ വായ്പ നിഷേധിച്ചു. പക്ഷേ അവബോധത്തിൽ ഒറ്റ വിശ്വാസം, ഐ സീ ദ ഡ്രീം, ഇറ്റ് വിൽ ഹാപ്പൻ. പിന്നീട് ഡിസ്നി വേൾഡ് സാക്ഷാത്കരിച്ചു. നമ്മുടെ ചിന്തകൾ നമ്മുടെ ഭാവിയാകുന്നു. ദ പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത് വളരെ സുതാര്യമായൊരു സത്യമാണ്. നമുക്ക് എല്ലാം കഴിയുന്നു, പക്ഷെ ആദ്യം നമ്മൾ വിശ്വസിക്കണം. നമുക്ക് നമ്മുടേതായ മനസ്സിന്റെ അതീത ശക്തികളെ തിരിച്ചറിയുകയും അതിനെ ദൈനംദിന ജീവിതത്തിൽ പ്രയോഗിക്കുകയും ചെയ്യേണ്ടതുണ്ട്. നിങ്ങളിൽ ഓരോരുത്തരും ഇന്നു മുതൽ നിങ്ങളുടെ മനസ്സിന്റെ ശക്തിയെ തിരിച്ചറിയുകയും അതിന്റെ സഹായത്തോടെ ജീവിതം ഉയർത്തിയെടുക്കുകയും ചെയ്യട്ടെ എന്നാഗ്രഹിക്കുന്നു. നന്ദി.